ഇന്ന് നമുക്ക് ഒരു കൊഴുക്കട്ട റെസിപ്പി നോക്കാം. അതിനാദ്യം 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ആവണം. അതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അപ്പത്തിനും പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുഴക്കുക. ലൈക്ക് ഞാനിത് ചേർക്കണില്ലേ, ഒരു 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ശർക്കര എടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച ശർക്കര പാനി വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു വയ്ക്കുക. അതിൽ വല്ല കല്ലോ കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാനാണ്. അതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും ഇട്ട് കൊടുക്കുക. ശർക്കരപ്പാനി നന്നായിട്ട് വറ്റിച്ച് എടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. എന്നിട്ട് ആ തേങ്ങേൻ്റെ മിക്സ് ഇതുപോലെ ആക്കി നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എല്ലാ ഉരുളകളും ഇങ്ങനെ ആക്കിയതിന് ശേഷം, ഇത് ഓപ്ഷണലാണ്, കാണാൻ ഭംഗിക്കാണ്, ബസുമതി റൈസ് കുതിർത്തത് അതിൽ ജസ്റ്റ് ഒന്ന് ആ ഉരുള ഉരുട്ടിയെടുക്കുക. ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കുക.